നിങ്ങൾക്കറിയാമോ മനുഷ്യനെ കൊന്നു എന്ന കാരണത്താൽ ഒരു പിടിയാനയെ തൂക്കിലേറ്റിയിട്ടുണ്ട് എന്ന കാര്യം? മൃഗങ്ങളോട് കരുണയുള്ള ആരുടെ ഉള്ളിലും സങ്കടം ജനിപ്പിക്കുന്നതാണ് ആ സംഭവം. എന്താണ് അന്ന് ടെന്നസിയിൽ സംഭവിച്ചത്? മേരി എന്ന എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്ന ആ ആന തൂക്കിലേറ്റപ്പെട്ടത് എങ്ങനെയാണ്? വർഷം 1916. അമേരിക്കയിൽ സർക്കസ് വൻ പ്രചാരത്തിലുള്ള സമയമാണത്. വലിയ വലിയ സർക്കസ് കമ്പനികൾ പലവിധ വന്യമൃഗങ്ങളെ മെരുക്കി വിവിധയിനം കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കാലം. 1898 സ്പാർക്സ് വേൾഡ് ഫേമസ് ഷോസ് എന്ന സർക്കസ് കമ്പനി മേരി എന്ന 4 വയസ്സുള്ള കുട്ടിയാനയെ വാങ്ങുന്നത്. സംഗീത ഉപകരണങ്ങൾ വായിക്കാനും ബോളുകൾ കൊണ്ട് അമ്മാനമാടാനും തലകുത്തി നിൽക്കാനുമൊക്കെ പെട്ടെന്ന് പഠിച്ച മേരി കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ കാണികളുടെ പ്രിയങ്കരിയായി മാറി. അമേരിക്കയിലുടനീളം സർക്കസ് അവതരിപ്പിച്ചിരുന്ന ഈ കമ്പനി 1916 സെപ്റ്റംബറിൽ ടെന്നസിയിലെ കിങ്സ്പോർട്ട് എന്ന ഒരു ചെറിയ ടൗണിലെത്തി. അവിടെ നിന്നാണ് മേരി തൂക്കിലേറ്റപ്പെടുന്നത് വരെയുള്ള ദാരുണ സംഭവങ്ങളുടെ തുടക്കം. സർക്കസിന്റെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ടൗണിൽ നടത്തിയ പരേഡിൽ മേരിയെ നയിച്ചിരുന്നത് റെഡ് എൻറിഡ്ജ് എന്ന 38-കാരനായിരുന്നു. എൻറിഡ്ജിനെ തൊട്ട് തലേ ദിവസമാണ് സ്പാർക്സ് സർക്കസ് കമ്പനി ജോലിക്കെടുക്കുന്നത്. മുൻപ് ഹോട്ടലിൽ ക്ലർക്കായി ജോലി ചെയ്തിരുന്ന അയാൾക്ക് ആനകളെ നിയന്ത്രിക്കുന്നതിൽ യാതൊരു മുൻപരിചയവും ഉണ്ടായിരുന്നില്ല. മൃഗങ്ങളെ മെരുക്കാനോ നിയന്ത്രിക്കാനോ പ്രത്യേക പരിശീലനമൊന്നുമില്ലാത്ത ആൾക്കാർ മൃഗങ്ങളെ വേദനിപ്പിച്ചും പീഡിപ്പിച്ചുമൊക്കെയായിരുന്നു അക്കാലത്ത് അനുസരിപ്പിച്ചിരുന്നത്. സർക്കസ് കമ്പനികൾ അതാത് നാടുകളിലെ ആളുകളിലെ ജോലിക്കെടുക്കുന്നതും വളരെ സാധാരണമായിരുന്നു അക്കാലത്ത്. സർക്കസ് പരേഡ് അങ്ങനെ ടൗണിലൂടെ നീങ്ങവേ റോഡരികിൽ കണ്ട തണ്ണിമത്തൻ തോടുകൾ കഴിക്കാനായി നിന്ന മേരിയെ മുന്നോട്ട് നടത്താൻ വാൾട്ടർ തുടരെ അടിച്ചുകൊണ്ടേയിരുന്നു. തോട്ടിക്കൊണ്ട് അതിനെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. വേദന കൊണ്ട് പുളഞ്ഞ മേരി പെട്ടെന്ന് പ്രകോപിതയായി. വാൾട്ടറെ തൻ്റെ പുറത്തുനിന്ന് നിലത്ത് വലിച്ചിട്ട് ചവിട്ടി. വാൾട്ടർ തൽക്ഷണം മരണപ്പെട്ടു. ഇതെല്ലാം കണ്ടുനിന്ന നാട്ടുകാർ പ്രകോപിതരായി. അമേരിക്കയിൽ ആൾക്കൂട്ട വിചാരണ സർവ്വസാധാരണമായിരുന്ന കാലമായിരുന്നു അത്. മനുഷ്യനെ കൊന്ന ആനയെ കൊല്ലണം എന്ന് പറഞ്ഞ് ആളുകൾ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ തൻ്റെ നാടൻ തോക്കുപയോഗിച്ച് മേരിയെ വെടിവെക്കുക വരെ ചെയ്തു. സാഹചര്യം നിയന്ത്രണ വിധേയമാക്കാൻ മേരിയെ കിങ്സ്പോർട്ട് കൗണ്ടി ജയിലിലേക്ക് കൊണ്ടുപോയി. അവിടെ അനങ്ങാൻ പോലുമാകാത്ത വിധം നെടുകയും കുറുകയും ഒക്കെ ചങ്ങലകളാൽ ബന്ധിച്ച് മേരിയെ സ്റ്റേഷന് പുറത്തു നിർത്തി. തടിച്ചുകൂടിയ ആൾക്കൂട്ടം മേരി ജീവനോടെ ഉള്ളപ്പോൾ ഇനി സർക്കസ് നടത്താൻ സമ്മതിക്കില്ലെന്ന് ശഠിച്ചു. അടുത്തുള്ള ടൗണിലെ ആൾക്കാരും മേരി ഉണ്ടെങ്കിൽ അവരുടെ നാട്ടിലേക്ക് സർക്കസുമായി വരേണ്ടതില്ലെന്ന് ഭീഷണി മുഴക്കി. പ്രചരണാർത്ഥം നടത്തിയ പരേഡ് തിരിച്ചടിയാകുമെന്ന് ഭയന്ന സ്പാർക്സ് വേൾഡ് സർക്കസിന്റെ ഉടമ ചാർലി സ്പാർക്ക് മറ്റു വഴികളില്ലാതെ ഒടുവിൽ ആൾക്കൂട്ടത്തിന്റെ ആവശ്യം സമ്മതിച്ചു. അങ്ങനെ മേരിയെ തൂക്കിക്കൊല്ലാൻ തീരുമാനമായി. സർക്കസിന്റെ പേര് വീണ്ടെടുക്കുക എന്നത് മാത്രമായിരുന്നു അപ്പോൾ ചാർലിയുടെ ലക്ഷ്യം. ജനക്കൂട്ടം മുന്നോട്ട് വച്ച മറ്റ് മൃഗീയമായ മാർഗങ്ങളിൽ നിന്ന് തൂക്കിലേറ്റുക മാത്രമായിരുന്നു തമ്മിൽ ഭേദമുണ്ടായിരുന്ന വഴിയെന്നും പറയപ്പെടുന്നു. ഇതിനെല്ലാമിടയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ മേരി നിന്നു. അടുത്ത ദിവസം വൈകിട്ട് തൊട്ടടുത്തുള്ള എർവിൻ ടൗണിന്റെ റെയിൽ യാർഡിലേക്ക് റെയിൽ മാർഗം മേരിയെ കൊണ്ടുവന്നു. സർക്കസിൽ അവൾക്കൊപ്പം ഉണ്ടായിരുന്ന കുറേ പേർ റെയിൽവേ യാർഡ് വരെ അവളെ അനുഗമിച്ചു. അവിടെ നാട്ടുകാരും റെയിൽവേ സ്റ്റാഫും ചേർന്ന് ട്രെയിൻ ബോഗികൾ ഉയർത്താൻ ഉപയോഗിച്ചിരുന്ന ക്രെയിൻ തൂക്കുമരമാക്കി. വെടിയുണ്ടകളേറ്റ് മുറിവേറ്റിരുന്നുവെങ്കിലും ചങ്ങലകൾ കഴിച്ച് ക്രെയിനിനടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾ ശാന്തയായിരുന്നു. എൻറിഡ്ജിന്റെ തോട്ടിപ്രയോഗത്തിന് മുൻപോ അതിനുശേഷമോ അവൾ ജീവിച്ചിരുന്ന 20 വർഷക്കാലം മേരി പ്രകോപിതയായതായി ആർക്കും അറിവുണ്ടായിരുന്നില്ല. വൈകിട്ട് ഏതാണ്ട് 5 മണിയോടെ 2000-ൽ പരം ആളുകൾ നോക്കി നിൽക്കെ കഴുത്തിനു ചുറ്റും ഇരുമ്പ് ചങ്ങലയിട്ട് അവർ അവളെ തൂക്കിലേറ്റി. 5 അടി ഉയർത്തിയപ്പോഴേക്കും പക്ഷേ ചങ്ങല പൊട്ടി മേരി താഴേക്ക് വീണു. റെയിൽവേ ട്രാക്കിൽ ബന്ധിച്ചിരുന്ന ചങ്ങല അഴിച്ചുമാറ്റാൻ മറന്നതാണ് കാരണമെന്നും അതല്ല ഭാരം താങ്ങാനാകാതെ ചങ്ങല പൊട്ടിയതാണെന്നും പറയപ്പെടുന്നു. പക്ഷേ അലർച്ചയോടെ താഴെ വീണ മേരി നട്ടെല്ല് തകർന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം അനങ്ങാനാവാതെ കൊടും വേദനയിലിരുന്നു. അപ്പോഴേക്കും ബലമുള്ള മറ്റൊരു ചങ്ങല കഴുത്തിലിട്ട് ക്രെയിൻ ജീവനക്കാർ മേരിയെ വീണ്ടും തൂക്കിലേറ്റി. ഇത്തവണ 15 അടിയോളം ഉയരത്തിൽ അരമണിക്കൂറോളം മേരി തൂക്കിലേറ്റപ്പെട്ടു. താഴെ ഇറക്കിയ മേരിയുടെ ശരീരം പരിശോധിച്ച മൃഗഡോക്ടർ മേരി മരിച്ചതായി വിധിയെഴുതി. എൻറിഡ്ജ് തുടർച്ചയായി തോട്ടി ഉപയോഗിച്ച് കുത്തിയ ഭാഗത്ത് മേരിയുടെ എല്ലിന് വളരെ ഗുരുതരമായ ഒരു അണുബാധ ഉണ്ടായിരുന്നെന്നും ആ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി. ആനയെ തൂക്കിക്കൊന്ന സംഭവം വലിയ വാർത്തയായി. ടെന്നസിക്ക് പുറത്ത് അധികമാരും കേട്ടിട്ട് പോലുമില്ലാത്ത ഇർവിൻ എന്ന ചെറിയ സ്ഥലം ആനയെ തൂക്കിക്കൊന്ന സ്ഥലമെന്ന് കുപ്രസിദ്ധി നേടി. മേരിയുടെ കഥ പിന്നീട് നാടകങ്ങൾക്കും കവിതകൾക്കുമൊക്കെ പ്രമേയമായി. 100 വർഷങ്ങൾക്ക് ശേഷം ഇന്നും ആ നഗരത്തിന് അങ്ങനെ ഒരു പേര് നിലനിൽക്കുന്നുമുണ്ട്.